നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും വി ആർ ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് ബിസിയാണ്, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു 4.1 ആംപ്ലിഫയർ ആയിട്ടാണ്. അതായത് നമുക്ക് 2500 രൂപയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു 4.1 ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അരിക്കുന്ന ബെല്ലൈക്കൻ അതുകൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആംപ്ലിഫയറിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഏതൊക്കെ കമ്പോണൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സബിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു ഡിവൈഡ് സപ്ലൈ ട്രാൻസ്ഫോമറാണ് ഞാൻ സബിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചാനലിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. 2 ആംപിയർ എന്ന് പറയുമ്പോഴേക്ക് ഈ ചാനലിന് അധികം പവർ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 2 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാനലിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് TDS 7388 എന്ന് പറയുന്ന ഒരു സിംഗിൾ ഐ സിയിൽ നിന്ന് തന്നെ 4 ചാനൽ ഔട്ട് തരാൻ സാധിക്കുന്ന ഒരു ഐ സി ബേസ്ഡായ ബോർഡാണിത്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണുക. പെർ ചാനൽ 45 വാട്ട്സാണ് ഈ ഒരു ഐ സിയുടെ ഡാറ്റ ഷീറ്റിൽ പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് പവർ ട്രിക്സിൻ്റെ ഒരു സാധാരണ ഫിൽറ്ററാണ്, വലിയൊരു വിലയില്ലാത്ത ഒരു സാധാരണ ഫിൽറ്ററാണ് നമ്മൾ സബിന് വേണ്ടി ഫിൽറ്ററിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിന് ബാസും ട്രബിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാസ് ട്രബിൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാസ് ട്രബിൾ ഒരു സിംഗിൾ ഐ സി ബേസ്ഡായ ഒരു പവർ ട്രിക്സിൻ്റെ ബാസ് ട്രബിളാണിത്. ഒരു 12 വോൾട്ട് സിംഗിൾ സപ്ലൈ വർക്ക് ചെയ്യുന്ന ഒരു ബാസ് ട്രബിളാണിത്. പിന്നെ നമ്മുടെ മെയിൻ സബിൻ്റെ ബോർഡ് ഇത് ടിപ്പ് 3055 ടിപ്പ് 2955 2030 കൂടെ ഒരു കമ്പയർ ആയ ഒരു മോണോ ബോർഡാണ്. അതായത് ഈ രണ്ട് ഒരു മോണോ ബോർഡാണിത്. അപ്പം വളരെ നല്ലൊരു മികച്ച ഔട്ട്പുട്ട് തരാൻ സാധിക്കുന്ന ബോർഡാണ്. ഇതിൻ്റെ ഒരു സപ്ലൈ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 12.012 ഡിവൈഡ് സപ്ലൈ ആണ് ഇതിൻ്റെ ഒരു സപ്ലൈ റേറ്റിംഗ്. നമ്മൾ 2030 വർക്ക് ചെയ്യിച്ചറിയാം, അതിന് നല്ലൊരു മികച്ച ഔട്ട്പുട്ടാണ് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുന്നത്. ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതാണ്, നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടി നമ്മൾ അതിൻ്റെ കമ്പോണൻസ് ഇട്ട് ജസ്റ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഇടുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് കൂടിപ്പോൾ നമ്മളൊരു 5 മിനിറ്റുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ 2.1 ആംപ്ലിഫയർ 1000 രൂപയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് മുകളിൽ ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന സെയിം ക്യാബിനറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, സെയിം ക്യാബിനറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആമിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഇത് ചെയ്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടിപ്പ് 3055 ടിപ്പ് 2955 2030 കൂടെ പേരായിട്ടുള്ളൊരു ബോർഡാണ്. ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ സബിൻ്റെ വർക്കിംഗ് കേട്ടപ്പം ചെറിയൊരു പവറിൽ പോലെ നിങ്ങൾക്ക് തോന്നിക്കാണും. അത് വേറെ കൊണ്ടല്ല, നമ്മൾ 40 വാട്ട്സിൻ്റെ ഒരു 8 ഇഞ്ചിൻ്റെ സബ്ബാണ്. അപ്പോൾ അത് നല്ല പവറുള്ള ഒരു സബിൻ്റെ ആംപ്ലിഫയർ കൊണ്ടാണ് പതറുന്നത്. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോയിലൊക്കെ കംപ്ലയിൻ്റ് ആകും. അപ്പോൾ വളരെ നല്ലൊരു ആംപ്ലിഫയർ ആണ്. നേരത്തെ ചെയ്ത ആംപ്ലിഫയറിന് സെയിം ക്യാബിനറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ല ഗ്ലാസ് ഫിനിഷാണ് ഫ്രണ്ട് വരുന്നത്. പിന്നെ ഇതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സബ് എന്ന് പറയുന്നത് 8 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെയുള്ള സബ്ബുകൾ നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റിയൊരു ആംപ്ലിഫയർ ആണിത്. അപ്പോൾ നിങ്ങളൊരു 8 ഇഞ്ച് സബ്ബൊക്കെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സബ് ആംപ്ലിഫയർ നല്ല എന്തുകൊണ്ട് ബെറ്ററാണ്. 8 ഇഞ്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 12 വോൾട്ട് 5 ആംപിയർ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. നിങ്ങളുടെ സ്പീക്കർ കംപ്ലയിൻ്റ് ആകത്തുമില്ല, നല്ല ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന ബാസ് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ബാസാണ്. പിന്നെ ഈ ഒരു ക്ലാരിറ്റി ഒരുപാട് കംപ്ലയിൻറ്റ് പവറിൽ വരുന്ന സബിൻ്റെ കൊണ്ടുമുണ്ട്. പക്ഷേ ഈ ഒരു ആംപ്ലിഫയർ നല്ലൊരു പക്ക ക്ലിയർ ബാസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ആംപ്ലിഫയർ ആണിത്.
അപ്പോൾ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്ത് കൊടുക്കുന്നത് 3000 രൂപയ്ക്കാണ്. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാനുള്ള പ്രൈസാണ് 2500. 500 രൂപ നമ്മുടെ സർവീസ് ചാർജ് കൂട്ടി 3000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 2000 രൂപയ്ക്ക് വരെ 5.1 ആംപ്ലിഫയർ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അത് അഴിച്ചു നോക്കിയാൽ അറിയാനായിട്ട് എന്താണ് ഉള്ളത്. വല്ല ചെറിയ വല്ല ബോർഡ് വല്ല ആയിരിക്കും. 2000 രൂപയ്ക്ക് 5.1 എന്ന് വെച്ചാൽ അത്രേ കാണത്തുള്ളൂ. പ്രൈസ് കൂടുന്തോറും സാധനത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ സൈൻ ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.